ശ്രീ ഡിജോ കപ്പൻ, ഈ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്, ഡോക്ടർ ഹാരിസ് ഊതി വീർപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇല്ല, ഒരിക്കലും കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലായാലും ആശുപത്രിയിലെ ബിൽഡിംഗ് വികസിപ്പിച്ചുകൊണ്ട് പലപരിമിതികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗത്തിന് ചെന്നില്ല. സോറി ചോദ്യം കേട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ ഹാരിസ് ഇട്ടത് ഈ സിസ്റ്റത്തെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കുക മാത്രമായിരുന്നു എന്നതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനോട് വലിയ ബഹുമാനവും റെസ്പെക്റ്റും ഉള്ളതാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹം 1 വർഷം മുമ്പ് അല്ല 2 വർഷം മുമ്പ് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കും സംസാരിക്കുന്നത്. അതായത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു വിധി പ്രസ്താവനത്തിനോടുകൂടി ചേർത്ത ഒരു കാര്യം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരിക. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഫ്ലക്സുകളും ബോർഡുകളും അത് പൊതുനിരത്തുകളിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 6 വർഷം മുമ്പ് ഒരു ഹർജി നൽകിയിരുന്നു. അതൊന്നും തീർപ്പാക്കിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അത് ലൈവായി വന്നു കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കൃത്യമായി അതെല്ലാ മാസവും പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് മുഴുവൻ നീക്കം ചെയ്തെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ റോഡിൽ കൂടി നടക്കുന്ന ആളുകളല്ല, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഇതെല്ലാം നീക്കം ചെയ്തെന്നാണ്. ഇപ്പം ജുഡീഷ്യറിക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റിനകത്തൊരു കമൻറ്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെയായി ഉദ്യോഗസ്ഥന്മാർ പേടിക്കുന്നത് സത്യം പറയാൻ എന്ന് പറഞ്ഞ്. ഇവിടെ ഇപ്പം നമ്മൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ സംസാരമൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാവരും കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ ആളുകൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭീതിപ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ്. കേരളത്തിലും അങ്ങനെ ഭരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനെ പോലെ ഉള്ളവർ ചിന്തിക്കുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ഒരു പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറായതുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഞാൻ ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനോടൊന്ന് ഒരൊറ്റ കാര്യം ചോദിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ ബഡ്ജറ്റ് അലോക്കേഷൻ നടന്നിട്ട് ഈ മാർച്ചിൽ നമ്മുടെ ബഡ്ജറ്റ് പാസ്സായതാണ്. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ 30 ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പണം അനുവദിച്ചിട്ടില്ല. മാത്രവുമല്ല, പണ്ടൊക്കെ അത് ഡയറക്ടർമാർക്കായിരുന്നു അതിൻ്റെ പണം അനുവദിക്കുന്നത്. ഇപ്പോൾ എൻഡിൽ, അതായത് സപ്ലയർക്കാണ് പണം കൊടുക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോർപ്പറേഷന് 300 ചില്ലാനും കോടി രൂപ കൊടുക്കാനുണ്ടല്ലോ. അവർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അവർ മരുന്ന് സപ്ലൈ ചെയ്താലേ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും മരുന്ന് വരികയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരിഗണന എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ പരിഗണന ജനങ്ങളുടെ ക്ഷേമത്തിനായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അടുത്ത ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രചരണ കോലാഹലങ്ങൾ നടത്തുകയോ 100-150 കോടി രൂപ മുടക്കി ആഘോഷം നടത്തുകയല്ല ചെയ്യണ്ടേ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാനാണ് ജനങ്ങൾ ഈ അധികാരം 140 പേരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. വനാതിർത്തി താമസിക്കുന്നവർക്ക് അവിടുന്ന് ഓടി മാറേണ്ട സ്ഥിതി കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം. അപ്പം അതിന് വനാതിർത്തിയിൽ നിന്ന് അകത്തേക്ക് ഒരു പൗരൻ കയറിയാൽ അവൻ്റെ പേര് കേസെടുക്കും. ഇങ്ങോട്ടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ അവിടെ നിർത്താനാണ് ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് ആവശ്യാനുസരണം മരുന്ന് കൊടുക്കുക, അവരെ ചികിത്സിച്ച് രോഗവിമുക്തരാക്കി മിടുക്കന്മാരും മിടുക്കുകളുമാക്കി സമൂഹത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതിവിടെ അതെന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നില്ല എന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിന് മറുപടിയില്ല.